എൻ്റെ ആദർശ് ഒരുപാട് ആഗ്രഹങ്ങളുമായി പാലുമായി മണിയറയിലേക്ക് കയറി വന്ന എൻ്റെ മകളെ ആദ്യം തന്നെ അനി അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് നമ്മുടെ വേണു പറയുകയാണേ. ആ സമയത്ത് പോലും അവൻ്റെ മനസ്സിൽ ആ കരാട്ടക്കാരിയാണ് നന്ദു. അവരുടെ ഇടയിൽ ഒരു കരട് തന്നെയാണ്, അതെനിക്കറിയാം, ഞാൻ സമ്മതിച്ചു. പക്ഷേ അനാമിക ഒരിക്കൽ പോലും അനിയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ആദർശ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു മരുമകൾ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാനായിട്ട് ഭർത്താവ് റെഡിയാവണം. മണിയറയിലേക്ക് വരുന്ന പെണ്ണ് തൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പാർട്ട് ആദ്യം ക്ലിയർ ആക്കുകയല്ലേ ആദർശേ വേണ്ടത് എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുകയാണേ. ഞാൻ കണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മോളാണ്. അതെ, ഞാനും ഒരു ക്യാമറയായിട്ട് നിങ്ങളുടെ അനിയൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ വലിയ ചിത്രങ്ങൾ എനിക്കും കിട്ടും. ആ, ഇപ്പോൾ അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയതുകൊണ്ട് നടക്കില്ലായിരിക്കും. അവർ ഒരുമിച്ച് ഒരു മുറിയിൽ കഥ കടച്ചിരുന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേ ഇല്ലാത്തത് പറയല്ലേ, അനി ഒരിക്കലും അത്രക്കാരനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ വേണുവിനോട് ചൂടാകുകയാണ്. ആദർശൻ്റെ അനിയനും അവരുടെ നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയൊക്കെ നല്ല ആൾക്കാർ. എൻ്റെ മോള് മാത്രം തെറ്റുകാരി. അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്തേക്ക്, എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയേക്ക്. അവൾ എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല എന്നിങ്ങനെ വേണു പറയുകയാണേ. ഞാനിപ്പോൾ അതിനല്ല വന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ കുടുംബം ബന്ധം പിരിയുന്നത് നമ്മളുടെ വീട്ടിൽ പതിവുള്ളതല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം, അതിനാണ് ഇപ്പോൾ വന്നതെന്നിങ്ങനെ പറയേ. ശരി, അങ്ങനെയെങ്കിൽ ആദർശ് ആദ്യം അനിയോട് സംസാരിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ മോളോട് സംസാരിക്കാം. ആ, ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടച്ചിടാനാണോ? അവളെ ഒന്നും വെളിയിൽ കൊണ്ടുപോയിട്ടില്ല, നല്ല ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടില്ല, ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പം പെണ്ണുങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിനൊപ്പം ഇങ്ങനെ കറങ്ങി നടന്നെന്നൊക്കെ വരും എന്നിങ്ങനെ വേണു പറയുകയാണേ. ആണും പെണ്ണും കറങ്ങി നടക്കുന്നത് വലിയ ഇതാണെന്നൊന്നും ഞാൻ പറയത്തില്ല, അതും ഇന്നത്തെ കാലത്ത്. പക്ഷേങ്കിൽ ഒരു പരിധി വിടുന്നത് അത് ശരിയല്ല എന്നിങ്ങനെ ആദർശ് വേണുവിനോട് പറയുകയാണേ. അത്തരം കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നത് സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം തന്നെയാണ് എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുമ്പം നമ്മുടെ വേണു പറയുന്നുണ്ട്, ആദർശിൻ്റെ അനിയനെ അനിക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളാണെന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് അവരുടെ ബന്ധം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനിയെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ വേണു തറപ്പിച്ച് പറയുകയാണേ. അല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളുടെ മോളെ നന്നാക്കിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് മോനെ എൻ്റെ അടുത്തോട്ട് വരണ്ട. ഇനി ഞങ്ങൾ ഞങ്ങളുടെ മോളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി കഴിയുമ്പം അവൻ വീണ്ടും പഴയതുപോലെ തന്നെയാണെങ്കിൽ ഇതിനൊന്നും കാര്യമില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാവും കേട്ടോ. നന്ദു ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദു എണീച്ചില്ലേ ഇതുവരെ, എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടുകാരിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുകയെ. അപ്പം നമ്മുടെ നന്ദു വിടാതെ തന്നെ ചോദിക്കുന്നുണ്ട്, ആരാ ഈ മറ്റാരെങ്കിലും എന്നിങ്ങനെ ചോദിക്കുവാണേ. എനിക്ക് ചെറിയൊരു പ്രേമമുണ്ട്, അവനെ വിട്ടു വന്നതിൽ ഇത്തിരി സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ നന്ദു. ഇപ്പോഴത്തെ കാലത്ത് പ്രേമിച്ച് കഴിഞ്ഞെന്നാലേ പെണ്ണുങ്ങളെ കഴിഞ്ഞ് ഏറ്റവും കൂടുതലായിട്ട് വിരഹദുഃഖം അനുഭവിക്കുന്നത് ആണുങ്ങളാണ്. എന്നെ ഒരു ദിവസം മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിക്കും, ഞാൻ 1-2 പ്രാവശ്യം അത്രേ ഉള്ളൂ. എങ്കിലും പ്രേമിക്കുന്നതിലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കല്യാണം കഴിക്കുന്നതാണ് പ്രശ്നം. അപ്പോൾ പ്രേമിക്കുന്ന ആളിനെ കല്യാണം കഴിക്കുന്നില്ലേ എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോൾ നമ്മുടെ മറ്റേ ഫ്രണ്ട് കുട്ടി പറയുകയാണ്, കല്യാണം കഴിക്കണം, അവനായിട്ട് കുറേ വട്ട് തട്ടിയതിന് ശേഷം. പിന്നെ നമ്മളൊക്കെ SI ആവാൻ പോകുന്നവരല്ലേ, ഇടിപിടിന്ന് കയറി അങ്ങ് സമ്മതിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അതൊക്കെ പോട്ടെ, നന്ദുവിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, എനിക്ക് വീട്ടുകാരെ പിരിഞ്ഞതിൻ്റെ പ്രശ്നമാണെന്നിങ്ങനെ പറയുവേ. അതൊക്കെ ശരി, ഈ മനസ്സ് കെട്ടുകൊണ്ട് ഒരാളും പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. അത് പറഞ്ഞപ്പം മുഖത്ത് ചെറിയൊരു വിഷമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഇങ്ങനെ മുഖമൊക്കെ പൊക്കിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ബെഡിൽ നിന്ന് ഇരുന്നിടത്ത് നിന്ന് എണീച്ച് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുവേ. അപ്പം നമ്മുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല നന്ദു, പക്ഷേ പ്രേമത്തിന് അഡിക്റ്റ് ആകാതിരുന്നാൽ മതി. അങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാണ്. ഈ മരണതുല്യമായ വേദന എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെയായിരിക്കും, പ്രത്യേകിച്ച് ഈ പ്രണയം നഷ്ടപ്പെടുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാർ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എന്തിനാ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഒറ്റയടിക്ക് എല്ലാം കൂടെ ചോദിച്ചു കളയും. പിന്നെ ഒരുപാട് വർഷത്തെ പരിചയം പോലെയാണ്. നന്ദു കരാട്ടയും കളരിപ്പയറ്റും ഒക്കെ കഴിഞ്ഞ ആളാണല്ലേ. ഞാനും അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. സാഹചര്യം എതിരായെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് വേണമല്ലോ. തന്നെയല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകാം, അപ്പോൾ ഈ മൂഡ് ഓഫൊക്കെ മാറും എന്നിങ്ങനെ കൂട്ടുകാർ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നന്ദു ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനി ഇങ്ങനെ കവിത എഴുതുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി വെളിയിൽ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അനി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അനി നീ എന്താ എഴുതുന്നതെന്ന് ചോദിക്കുവേ. വീണ്ടും കവിതയുടെ അസുഖം നിനക്ക് തുടങ്ങിയെന്ന് ചോദിക്കുവാണേ. അല്ല അനി ഇവിടെ എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. വേറൊരുത്തരാണെങ്കിൽ വാലിന് തീ പിടിച്ച പോലെയാണ് നടക്കുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുവാണേ. ഏട്ടൻ എന്തോ പ്രശ്നമുണ്ടെന്നറിയാം, പക്ഷേ കാരണം എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയേ. അവനും അവളും തമ്മിൽ പ്രശ്നമാണോ എന്നിങ്ങനെ ചോദിക്കുവേ. ഞാൻ നയനയുടെ കാര്യമാണ് ചോദിച്ചത് എന്നിങ്ങനെ പറയേ. അപ്പോൾ പറയുന്നുണ്ട് ശരിയാണ്, ഏട്ടന് ഏട്ടത്തിയോട് ചെറിയൊരു നീരസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നിങ്ങനെ അനി പറയുന്നുണ്ടേ. എടാ നിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന ആളല്ലേ ആദർശ്. അപ്പോൾ അവൻ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചോദിക്കുവാണേ. ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ വഴക്കാണെന്നറിയാം, പക്ഷേ ഞാനത് ചോദിച്ചപ്പോൾ നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടു എന്നിങ്ങനെ പറയുകയാണേ. അല്ല ഏട്ടനും ഏട്ടത്തിയൊക്കെ പിണങ്ങുന്നത് വലിയമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അന്നത്തേക്ക് നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് എന്താ ഞാൻ സങ്കടമാണെന്ന് പറഞ്ഞെന്ന് ചോദിക്കുവേ. ഏട്ടാ അതിൻ്റെ പേരിൽ അവൾ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ പേരിൽ ആദർശ് വിഷമിക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അല്ല വല്യമ്മ എന്നത്തെ അങ്ങോട്ട് പോയത് എന്നിങ്ങനെ ചോദിക്കേ. അത് ഞാൻ അന്നേ അവിടെ വെച്ച് അതിൻ്റെ കാരണം നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ ചോദിക്കുന്നുണ്ട്. അല്ല പറഞ്ഞായിരുന്നു, എന്നാലും നന്ദു പോകുന്ന ദിവസം വല്യമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്നിങ്ങനെ പറയുവേ. അതിന് ഞാൻ അവളെ യാത്ര അയക്കാനൊന്നും അല്ല പോയത്. നീയും അനാമികയും തമ്മിൽ എപ്പോഴും തല്ലും വഴക്കുമല്ലേ. അതിനെ അവളെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പോയതാന്നിങ്ങനെ ദേവേനെ പറയുന്നുണ്ടേ. അന്നേരത്തേക്കിനും ദേ ഇടിച്ചിരുന്നു ഒരുത്തൻ. അപ്പം ഞാൻ അവിടെ ഉണ്ടായിട്ട് നീ അവിടെ വരണമെങ്കിൽ നീ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ നന്ദുവിനെ എനിക്ക് വെറുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എടാ സ്വന്തം ഭാര്യയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നീ നന്ദുവിനെ വെറുക്കത്തോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ദേവേന് പറയുന്നുണ്ടേ. മനസ്സമാധാനം തരാത്ത ഭാര്യയ്ക്ക് ഞാൻ എന്തിനും തിരിച്ചു കൊടുക്കുന്നതെന്ന് ഇങ്ങനെ അനിയൊക്കെ ചോദിക്കുന്നുണ്ടേ. ഈ വീട്ടിൽ മൊത്തത്തിൽ താളം തട്ടിലുണ്ട് വല്യമ്മേ. ആദർശേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഇപ്പോൾ അവരും പ്രശ്നമായി. നല്ല വെറുപ്പുണ്ട് ആദർശേട്ടന് നയനേട്ടത്തിയോട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവേനെ ഞെട്ടുന്നുണ്ടേ. അമ്മയ്ക്ക് ഇഷ്ടമല്ല നയനേട്ടത്തിയെ, അതുകൊണ്ട് ഏട്ടത്തിന് ഏട്ടത്തിയുടെ വീട്ടിൽ നിന്നോട്ടെ എന്നിങ്ങനെ ആദർശേട്ടൻ പറയുന്നത് കേട്ടു എന്നൊക്കെ പറയുവേ. അവൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇതിപ്പോൾ ഡിവോഴ്സിലോട്ട് പോകുമെന്ന് എൻ്റെ പേടി എന്നിങ്ങനെ അനി പറയുകയാണ്. അപ്പം നമ്മുടെ ദേവയാനി ഇങ്ങനെ ഞെട്ടുവാണേ. കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? ഡിവോഴ്സോ? അങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്നിങ്ങനെ സ്വന്തം മനസ്സിനെ പറഞ്ഞ് ദേവയാനി തൃപ്തിപ്പെടുത്തുകയാണേ. പിന്നീട് കാണിക്കുന്ന മൂർത്തീസ് ജ്വല്ലറിയാണ്. നമ്മുടെ അബി അവിടെ നിൽക്കുകയാണ്. നമ്മുടെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു വാൻ വരുന്നത്. നമ്മുടെ പോലീസ് ജീപ്പാണ് കേട്ടോ. എന്നിട്ട് 2 പോലീസുകാർ ഇറങ്ങി ഉള്ളിൽ കയറി വരും കേട്ടോ. എം ഡി ഒന്ന് കാണാമായിരുന്നെന്ന് പറയേ. എം ഡി സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ എം ഡിയോട് പറഞ്ഞോളാന്ന് പറയും കേട്ടോ. എം ഡി ഉള്ളിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പോലീസുകാർ പറഞ്ഞെന്ന് ചോദിക്കേ. എന്താണെന്ന് ഒന്നും അറിയത്തില്ല എന്ന് പറയും കേട്ടോ. ഇനി നമ്മുടെ ജ്വല്ലറിയിൽ വല്ല മോഷണം നടന്നോന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടൻ അറിയാതിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ, പിന്നെ എന്തിനായിരിക്കും എം ഡിയെ കാണണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുവാണേ. നമ്മുടെ ആദർശ് ഇങ്ങനെ ക്യാബിൽ നിന്ന് ജോലി ചെയ്യുകയാണെ. അപ്പോഴാണ് നമ്മുടെ ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. മിസ്റ്റർ ആദർശ് എന്ന് വിളിക്കുമ്പോൾ വരൂ സാർ, ഇരിക്കൂ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് എന്താ സാർ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം പറയും കോഴിക്കോട് എയർപോർട്ട് വഴി സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കടത്തിയതിൻ്റെ പേരിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇങ്ങനെ പറയുകയാണെ. ഇവിടെ അങ്ങനെ കള്ളക്കടത്ത് സ്വർണ്ണമൊന്നും വരാറില്ല സാർ എന്ന് പറയുകയാണ് ആദർശ്. അന്നേരം നമ്മുടെ പോലീസ് പറയുന്നുണ്ട് അതെ അറിയാം, മൂർത്തീസ് ജ്വല്ലറിയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നാൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, മൂർത്തീസ് ജ്വല്ലറിയുടെ ഏതോ ഒരു ബ്രാഞ്ചിൽ കള്ളക്കടത്ത് സ്വർണം വന്നിട്ടുണ്ടെന്ന്. ഇതുപോലൊരു ജ്വല്ലറിയിൽ സ്വർണം വന്നു കഴിഞ്ഞാൽ ആഭരണങ്ങളാക്കി പെട്ടെന്ന് അത് വിൽക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് സാർ പറയുന്നത്? മൂർത്തീസ് ജ്വല്ലറിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. കസ്റ്റമേഴ്സിന് അസാധാരണമായ ഒരു ഓഫറും കൊടുക്കുന്ന സ്ഥാപനമല്ല ഈ മൂർത്തീസ് ജ്വല്ലറി. പിന്നെ GST ഓഫീസേഴ്സ് ഇവിടെ മിന്നൽ പരിശോധനയും നടത്താറുണ്ട്. അവർക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ള പരിഗണന പോലും ഞങ്ങൾ അവർക്ക് കൊടുക്കാറില്ല. കാരണം അങ്ങനെ ടാക്സ് വെട്ടിക്കുന്ന ഒരു സ്ഥാപനമല്ല ഇത്. ഞങ്ങൾ കൊടുക്കുന്ന സ്വർണത്തിനെ പോലെ തന്നെ പരിശുദ്ധമാണ് ഞങ്ങളുടെ ബിസിനസ്സും എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. ജ്വല്ലറിയിൽ മോഷണം നടന്നിട്ടുണ്ട്, അന്ന് മാത്രമാണ് ഇവിടെ സാറിനെ പോലെയുള്ളവർ പോലീസുകാരെ ഇവിടെ കയറിയിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അറിയാം, മൂർത്തീസ് ജ്വല്ലറിയെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്കൊരു വിവരം കിട്ടിയപ്പം അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ, അതിനാന്ന് പറയുവേ. ഇനിയിപ്പോൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് ഞങ്ങൾക്കും സഹായമായിരിക്കും എന്നിങ്ങനെ ആദർശ് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അഭി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ.
മൂർത്തിസ് ജ്വല്ലറിയിലുള്ള ഒരു സ്റ്റാഫ് പോലും ഈ മൂർത്തിസ് ജ്വല്ലറിയുടെ പേര് കളങ്കപ്പെടുത്തുന്നതിന് ആഗ്രഹിക്കുന്നവരല്ല. ഇനി അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റു ബ്രാഞ്ചുകളിൽ ഞങ്ങൾക്കൊന്ന് പോകണം. അത് തന്നെയല്ല, എന്തെങ്കിലും സംശയം തോന്നി സ്റ്റാഫിനെ വിളിപ്പിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ വിട്ടയക്കുകയും ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൽ നിന്ന് കേട്ടിട്ട് പേടിക്കുവാണ്. അവരുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറഞ്ഞുകൂടായിരുന്നോ ഏട്ടാ എന്നിങ്ങനെ ചോദിക്കുകയെ. ഇല്ലായിരുന്നു, നമ്മുടെ കള്ളക്കടത്ത് പരിപാടി നമ്മുടെ ജ്വല്ലറിക്ക് ഉള്ളതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇല്ലായിരുന്നു. ഇനിയിപ്പം നീ അങ്ങനെ എന്തെങ്കിലും കള്ളക്കടത്ത് പരിപാടി കാണിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുവാണേ. ഏട്ടൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവേ. ഇവിടെ ഞാൻ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ആരും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെക്കൂടി എനിക്ക് സംശയമുള്ളത് നിന്നെയാ എന്നിങ്ങനെ പറയുവേ. എടാ, അത് മറ്റൊന്നും കൊണ്ടല്ല, നിന്നെ ഒരു ശമ്പളക്കാരനാക്കിയത് കൊണ്ട് നിനക്ക് നല്ല ദേഷ്യമുണ്ട്. കൂടുതൽ പണം സമ്പാദിക്കാൻ അതുകൊണ്ട് നീ ഇങ്ങനത്തെയുള്ള വേലത്തരങ്ങളൊക്കെ ഒപ്പിക്കുമെന്ന് എനിക്കൊരു ഭയമുണ്ട് എന്നിങ്ങനെ പറയുവേ. മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ടും എൻ്റെ ഏട്ടനായതുകൊണ്ടും പറയുകയാണ്, കള്ളക്കടത്ത് സ്വർണ്ണമൊന്നും വിൽക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഒന്നും അല്ലെങ്കിൽ നമ്മളുടെ ട്രസ്റ്റിലെ ഒരു അംഗമല്ല ഞാനും എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുവാണേ. ഇപ്പം ഞാനൊരു ശമ്പളക്കാരനാണെങ്കിലും നമ്മുടെ ലാഭത്തിൻ്റെ ഒരു അംശം എനിക്കും അവകാശമുള്ളതല്ലേ. പിന്നെ ഞാൻ എന്തിനാ അങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ടാവും കള്ളന്മാർ. അവരാരെന്ന് നോക്കുക. എല്ലാവരും ഏട്ടന് വിശ്വാസമാണല്ലോ. ഇതാദ്യമായിട്ടാണ് പോലീസുകാർ നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയിൽ വരുന്നത്. കള്ളക്കടത്ത് പ്രശ്നവുമായിട്ട് മറ്റ് കമ്പനിക്കാർക്ക് എന്തെങ്കിലും നമ്മളോട് വിരോധം ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പോലീസ് ഈ സ്ഥാപനത്തിൽ വന്നതുകൊണ്ട് പറയുകയാണ്, ആരെങ്കിലും അങ്ങനെയുള്ള കള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്ഥാപനത്തിൽ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ആദർശ് നമ്മുടെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്. നമ്മളെ അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പനിയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു 100% സത്യസന്ധമായിട്ട് തന്നെയാണ് മൂർത്തിസ് ജ്വല്ലറി പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ സ്റ്റാഫ് മാത്രമല്ല നിങ്ങൾ. വ്യക്തിപരമായ പല പ്രശ്നങ്ങളും വന്നിട്ടുള്ളപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. അത്രത്തോളം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ്. അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇടപഴകുമ്പോൾ അതിന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും ഏറ്റവും വലുതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പം നമ്മുടെ അബിയുടെ കൂടെ നിന്ന് ചതിക്കാൻ നിന്ന ആളുടെ മുഖത്ത് ഇങ്ങനെ ഭാവവ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അവിടെ ആരോടും ഒരു കോംപ്രമൈസ് ഉണ്ടാകത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ കമ്പനിയിലെ ആദ്യത്തെ പ്രശ്നമാണെന്നിങ്ങനെ പറയുവേ. അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സംസാരിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അഴി എണ്ണുന്നതായിരിക്കും. മൂർത്തിസ് ജ്വല്ലറി എന്ന് പറയുന്ന ആൾക്കാണ് അങ്ങനെ കോട്ടം തട്ടുന്നത് എൻ്റെ മുത്തശ്ശനാണ്. നമ്മുടെ ജ്വല്ലറി പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പഴയ സ്റ്റാഫൊക്കെ വിശ്വസ്തരാണ്, എന്നാൽ പുതിയതായിട്ട് ആരെങ്കിലും കുഴപ്പം കാണിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അബിയും കൂടെ തെറ്റ് ചെയ്ത ആളും കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇതാകുകയാണ്. തെറ്റ് ചെയ്ത ആൾക്കാണെങ്കിൽ മുഖമൊക്കെ ആകെ കരയുന്ന മാതിരി സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്, എത്ര നല്ല പെൺകുട്ടിയാണ് നന്ദു, ആണുങ്ങളുമായിട്ട് കൂട്ടുണ്ട്, എന്നാലും ഒരു പരിധി വിട്ട് അവരുമായിട്ട് അടുക്കില്ല. ഇവളും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനാണ് നമ്മുടെ അനാമിക ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് കയറി വരുന്നത് അവൻ്റെ മുഖത്ത് നോക്കി, നമ്മുടെ അനിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിൻ്റെ ഏട്ടൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ലോ. സ്വന്തം അനിയനായി നിന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ അയാൾക്ക് കഴിവില്ല, എന്നിട്ടാണ് അന്യ പെൺകുട്ടിയായി എൻ്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛനോട് പരാതി പറയണമെന്ന് ഞാൻ എൻ്റെ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. നീ ഏത് വഴിക്ക് പോയാലും അതൊന്നും എനിക്ക് പ്രശ്നവുമല്ല. നാളെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയെന്നാൽ അത് വലിയൊരു നേട്ടമായിട്ട് കരുതുന്നവനാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണേ. എന്നെ ചുറ്റി വരിഞ്ഞ ഒരു വിപത്ത് പോയെന്നേ ഞാൻ വിചാരിക്കത്തുള്ളൂ എന്നിങ്ങനെ നമ്മുടെ അനി പറയുമ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഞാൻ പോയേനെ, നിൻ്റെ ഏട്ടൻ എൻ്റെ അച്ഛനോട് കംപ്ലൈൻറ്റ് പറയുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ. പക്ഷേ പോകാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പോയി കഴിഞ്ഞെന്നാൽ അവൾ ഈ വീട്ടിലോട്ട് കയറി വരും. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുമ്പം അനി പറയുകയാണ്, ബന്ധം പിരിയാൻ ആഗ്രഹിക്കുന്നവൾ നന്ദുവിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് എന്തിനാണെന്നിങ്ങനെ ചോദിക്കുവേ. നീ പോയ ശേഷം അവൾ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്നാൽ നിനക്കെന്ത് നഷ്ടം ഉണ്ടാകുന്നത് എന്നെങ്കിൽ ഇങ്ങനെ അനി ചോദിക്കുവാണ്. എൻ്റെ ജീവിതം തൊലച്ചത് അവളാണ്, എന്നെ നിന്നെയും അകറ്റിയതും അവളാണ്. അത് നീ പറയരുത്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ നിനക്ക് തെറ്റായ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നിന്നോടാരാ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കേ. അതൊക്കെ എനിക്കറിയാം. നീ ഇന്ന് പാർക്കിൽ ഒരുത്തിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഞെട്ടുവാണേ.
അവനുമായിട്ട് തന്നെയല്ല, അവൻ്റെ കൂടെയുള്ള മറ്റു ഫ്രണ്ട്സുമായിട്ട് നിനക്ക് നല്ല അടുപ്പമുണ്ട്. അനാമികയും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഈ പറയുന്ന നന്ദുവായിട്ട് കല്യാണത്തിന് മുന്നേ നിനക്ക് അടുപ്പമില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. നീ എന്തിനാ നന്ദുവിനെ നമ്മളുടെ ഇടയിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത്? അവളെ ഒന്നും നിൻ്റേതുമായിട്ട് താരതമ്യപ്പെടുത്തി എടുക്കാനേ പറ്റില്ല. അവളെ വളരെ നല്ല പെൺകുട്ടിയാണ്. നന്ദുവിനെ പോലെ പക്വതയുള്ള കുട്ടികളെയൊന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഏത് ആൺകുട്ടികളുടെ കൂടെ സഞ്ചരിച്ചാലും അവൾ ഒരിക്കലും നിലമറന്ന് പ്രവർത്തിക്കാറുമില്ല. ഒരു പരിധിക്കപ്പുറം ഒരാണുങ്ങളോടും കൊഞ്ചാനും കൊഴയാനും അവൾ നിൽക്കത്തുമില്ല. അവനെ പുകഴ്ത്തുന്ന ഈ നാവുണ്ടല്ലോ, അതാ എന്നെ വെറുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു പോകാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അതെ, എനിക്ക് പകരക്കാരിയാവാനായിട്ട് അവളെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക പോകുമ്പോഴത്തേക്കിന് നമ്മുടെ ആനി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്